നക്കാൻ വരുന്നുണ്ട്. മാറിക്ക് തരാ അടക്ക് ഇവരെ തന്നെ കൊടുക്കണം. വേഗം കൊടുക്ക് കൊടുക്ക് ശൈനെ കൊടുക്ക് നായ കൊടുക്ക്. പിന്നെ ഞങ്ങള് കരാടിസ്ഥാനത്തിലാണോ പരിപാടി? ഹായ് ഗായ്സ്, ഞങ്ങള് ഹായ് ബൈ. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ, നല്ല തണുത്ത കോച്ചി പിടിച്ചിക്കണേ. അല്ല ആളെ എന്തൊക്കെ നല്ല തണുപ്പാണേ. അടുത്തവിടെ അഭിലാഷേ ഇവിടെ അഭിലാഷേ പിന്നെ അടിപൊളി സ്പോട്ടോ. ഇനി മേലാക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു മത്സരം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടോ. എത്രയായത്? ഹലോ ഗൈസ്, കണ്ട് പരിചയമുള്ള മുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കണ്ട് പരിചയമില്ലാത്തവർക്ക് വെൽക്കം ടു അർഷു വ്ളോഗ്സ്. എനിക്ക് എന്ത് പറ്റി, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ, എന്താ നാട്ടിലേക്ക് വരാത്തത്, നിങ്ങളൊരു വിവരമല്ലല്ലോ. ഇങ്ങനെ ഒരു ലോഡ് പരാതികളാണ് എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒന്നിനും ഒഴിവില്ല, ഒരു നേരം ഒഴിവില്ലാത്തൊരു ഒരു പ്രത്യേക തരം ജീവിതം. അതായത് പണിക്ക് പോവുക, പെരീക്ക് വരിക, കിടന്നുറങ്ങുക, പിറ്റേന്ന് രാവിലെ നീക്കുക, പണിക്ക് പോവുക, പെരീക്ക് വരിക, കിടന്നുറങ്ങുക. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അതല്ലാതെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ പുതുതായിട്ട് ജോലിക്ക് കയറിയതല്ല, ഞങ്ങൾ ഒരു വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറേ ദിവസമായി എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകണം, പുറത്ത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കണേ. ഒന്നിനും നമുക്ക് നേരം കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താട്ടി ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ എല്ലാവരും ആഘോഷിച്ചപ്പോൾ നമ്മൾ രാത്രി പെരിയിൽ നിന്ന് ഫുഡും കഴിച്ചാണ്ട് നേരെ അങ്ങോട്ട് ഇറങ്ങി മോൺട്രിയലിലേക്ക് പോകുന്നതൊക്കെയാണ്. ഇപ്പോൾ ഉള്ളത് ഓട്ടോയിൽ ഒരു വാൾമാർട്ട് കയറിയതാണ്. ഇവിടുന്ന് നമ്മൾ നേരെ എന്താപ്പോൾ അതിൻ്റെ പേര് പാർക്ക് ഒമേഗ പോവുകയാണ്. പാർക്ക് ഒമേഗയിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും വണ്ടിയിൽ ഇരുന്നിട്ട്. അപ്പോൾ മൃഗങ്ങളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ കുറച്ച് ക്യാരറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം എന്ന് കരുതിയിട്ടാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് പാർക്ക് ഒമേഗയിൽ പോവും. അവിടെ നിന്ന് ചുറ്റി കറങ്ങും. അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരിക. പിന്നെ നമ്മളിന്ന് നൈറ്റ് മോൺട്രിയലിൽ സ്റ്റേ ചെയ്യും. മോൺട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് ടൊറൻറ്റോയിലാണ് കേട്ടോ. ടൊറൻറ്റോയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മൾ മോൺട്രിയലിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പോയി നിൽക്കണേ. പടച്ചോനെ അനുഗ്രഹിച്ച് എൻ്റെ ഒപ്പം തന്നെ ചങ്ങന്മാരെല്ലാം ഉറക്കപ്പിരാന്തന്മാരായതുകൊണ്ട് എല്ലാവരും കടന്നുറങ്ങി. ഞാൻ രാത്രി ഫുള്ള് ടൊറൻറ്റോന്ന് വണ്ടി ഓട്ടാൻ തുടങ്ങിയാണ്ട് ഇവിടെ വരെ ഞാൻ വണ്ടി ഓട്ടി. എന്നിട്ട് ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് ലോട്ടിലെത്തി. കുറച്ച് നേരം ഒന്ന് കണ്ണും പണി നോക്കി, പക്ഷേ അത് നടന്നില്ല. കാരണം ഒപ്പല്ലോല് വണ്ടി കിടന്ന് കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഉറക്കമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മൾ സാധനം വാങ്ങിയിട്ട് പോകുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു നല്ല വ്ളോഗായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഈ പാർക്ക് ഒമേഗേൻ്റെ സംഭവം. ഞാൻ ആദ്യമായിട്ടോ പോകുന്നത്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഞാൻ കുറേ വീഡിയോസ് കണ്ടിരിക്കണേ. അപ്പോൾ ഏതായാലും നമുക്ക് കണ്ടോക്കാം. എവിടെ കുളിച്ച കഴിഞ്ഞാട്ട് കുബേരനിൽ ദിലീപ് ഇട്ടെടുക്കൂലേ, അതേ സാധനം വാടി അടിപൊളിയൊക്കെ അരണ്ട ചിട്ടാ. ഇത് വാങ്ങണമെങ്കിൽ എനിക്ക് വാങ്ങി തരും. ഇതിന് എത്രയാണെങ്കിലും വാങ്ങിക്കും. ഒരു റിച്ച് ഒരു പോർച്ച് ലുക്ക് ഉണ്ട് എനിക്ക്. ക്യാപ്പ് പോരാ, മറിക്ക് ചെറുക്കം കൊണ്ടുപോയി. ലുക്ക് കേട്ടോ, ലുക്ക്. ഇത് റേറ്റ് ആയി ഈ ഔട്ട്ഫിറ്റ്. വാൾമാർട്ടിൽ ക്യാരറ്റ് ആകാൻ കയറിയത്. അപ്പൊ ക്യാരറ്റ് ഒന്നും വാങ്ങുന്നില്ല. ഇത് ഷോൺ മൈക്കിൾസിന്റെ ഇൻട്രോ മാതിരിയായി. ഇത് വിഷയായിട്ടോ. ഒരു ഫുൾ ലുക്ക് എന്നാ ഇടി അണ്ടർടേക്കർ ലുക്ക് കിട്ടോ ജി. വിഷയായി. ഇത് ടോപ്പായി. 10 രൂപയ്ക്ക് ഉണ്ട് സ്റ്റൈലിഷ് കണ്ണടകൾക്ക്. വാടി ലുക്കായി ടോപ്പ്. ഇത് വെൽഡിങ്
ഷെയിൻ ഏതാ വേണ്ടി? പിങ്ക് ഉണ്ട്, മഞ്ഞ ഉണ്ട്. മഞ്ഞ എടുത്തോ. അത് കിട്ടാ വെച്ചെടുത്താ ആടി. ഇത് ടോപ്പായിട്ടോ, അതെനക്കല്ല നേക്കുണ്ട്. ഇത് സാറായി ഇതാണ് എനിക്ക്. ഓക്കെ എന്നാലേ ഇതിനെല്ലാം വന്നിക്കണേ. ക്യാരറ്റ് അങ്ങനെയാണ്. ക്യാരറ്റ് അങ്ങനെ പോയാലോ? അടക്കട്ടെ, നമ്മൾ പരിപാടി എടുക്കട്ടെ. ഈ ചങ്ങന്മാരും കൊണ്ട് വന്നാൽ ഒരു പരിപാടിക്ക് വന്നാൽ പരിപാടി എടുക്കണ്ട. അല്ലാ, ഇവിടെ നിന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ കൊണ്ടാത്ത ഭാഗ്യം. ആകെ കമ്മലും വാളിയും മുടിമ കുത്തിയും ഇതൊക്കെ നെജ്മ കാണണ്ട പറച്ചോനെ. എടാ വരി, ക്യാരറ്റ് വാങ്ങ. ക്യാരറ്റ് അങ്ങോട്ട് പോവാ. ഓക്കെ കണ്ടാറടം കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് മാറി കിട്ടൂല. ഒന്നുകൊണ്ട് വാ മാണിയേ, വാ. നമ്മൾ ക്യാരറ്റ് വാങ്ങട്ടോ കേട്ടോ. ക്യാരറ്റ് വാങ്ങിയാണ്ട് വേഗം പാർക്ക് പോട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ക്യാരറ്റ് കുറച്ചാൽ മതി. അങ്ങനെ ഇത് മതി, ഈ സൈസ് മതി. ഇതുവരെ എടാ നിങ്ങൾക്ക് ഞമ്മക്ക് പോയിങ്ങാണ്ട് ഉപ്പേരി വെക്കാനല്ല, മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കാനാണ്. കേടെന്ന് കിട്ടുമെങ്കിൽ അത് തരാൻ മതി. ഇതിന് കായൽ വെക്കേണ്ട ആവശ്യമില്ലേ. ഇത് മതി. അതുകൊണ്ടല്ല, മൃഗങ്ങൾ കേടെന്ന് തിന്നു. എൻ്റെ അവിടെയൊക്കെ കാടുള്ള എൻ്റെ പേരക്കാർ പിടിച്ചാലാ. ഞങ്ങളവിടെയൊക്കെ മൃഗങ്ങൾ കൊടുക്കല് കന്നാലിയൊക്കെ. ഓക്കെ പോയി, അതിലങ്ങനെ പോയി. ചർച്ചിന് എക്സിറ്റ് ആയി. ഇതോ അല്ല, 2 വാങ്ങാം. അത് ഇത് എത്രങ്ങാനും വലിയ പാർക്ക് അറിയോ? പാർക്ക് ഒമേഗ ഇഷ്ടംപോലെ മൃഗങ്ങൾ വരും. വാങ്ങിക്കോ. ക്യാരറ്റ് തിന്നും. നടക്കാൻ അറിയോ? ആരും വരില്ല, ഒരു മൃഗം ക്യാരറ്റിനെ പിടിച്ച് ഇങ്ങേക്കോ. വരി. ഏതായാലും പോയോക്ക. ഞമ്മക്ക് അറിയില്ല, അവസ്ഥകൾ അറിയില്ല. അതിന് തണുപ്പിന്റെ സീനില്ല അവിടെ. ഇവിടുത്തെ മൃഗങ്ങൾക്ക് തണുപ്പാ. ഓക്കെ വരി. ഇജാതി പൊട്ടന്മാർ എന്തേലും വേണം. കുറച്ച് മാഗ്നീഷ്യം കഴിച്ചോ. ആടാ ഓക്കെ. കരിമ്പേ ആന വരുമോ? കരിമ്പ് എന്നാ. വാ ഞമ്മക്ക് ടീമ്പിന്നൊക്കെ എന്തേലും തിന്ന് പോകാം. അല്ലാത്ത ആട്ടേ ഞമ്മക്ക് സത്യത്തിലേ ഒഴിവുകൾ കിട്ടില്ല കേട്ടോ. പണി കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് വാലന്റൈൻസ് ഡേ കഴിഞ്ഞ്. വാലന്റൈൻസ് ഡേ ശനിയാഴ്ച, ഇന്നിപ്പോൾ സൺഡേ. നാളെ ഞമ്മക്ക് വർക്ക് ഓഫ്. നാളെ ഇവിടെ ഫാമിലി ഡേ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് ഹോളിഡേ ആണ്. അത് കാരണമാണ് നമുക്ക് ലീവ് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ വർക്കില്ലാത്തതിനെ കൊണ്ടാണ് നമ്മൾ ഈ ട്രിപ്പിന് ഒരുങ്ങിയത്. എന്താടാ? അപ്പോൾ ഏതായാലും നമ്മൾ ബില്ലടിച്ചിട്ട് പോയേക്കട്ടെ. ഓക്കെ എണ്ണ അടിച്ചിറങ്ങിയതോ. ഓ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ. എന്താ കാർഡ് കൊടുത്തില്ലേ? ഓക്കെ സൺകിസ്ഡ് ചെക്ക് ഇൻഫ്ലുവൻസ് ആണ്. ഇന്നലെ റീൽ ഇറക്കിനി, അതിന് 1500 വ്യൂസ് ആയിക്കണ്. ഇപ്പോൾ ഫുള്ള് റീൽ ഇറക്കലാൻ വേണ്ടി എങ്ങനെയെങ്കിലും ക്ലിക്കാണെന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇൻഫ്ലുവൻസാ. ട്രൈപ്പോഡൊക്കെ ഉണ്ട്, പുതിയ ട്രൈപ്പോഡൊക്കെ വാങ്ങിക്കണ്. ഓടി എണ്ണടിച്ചു. മാസിൽ തിരിഞ്ഞു. ഇനി നേരെ ഇൻഫ്ലുവൻസർ തിരിഞ്ഞു പോയിട്ടോ. അടഞ്ഞില്ലേ? അതാ മാസ് കോളായി. അമർത്തിയടക്ക് -1000. 10,000 ഓർ മൈനസായി. ഇനി ബേക്കിക്ക് തിരിഞ്ഞു പോയി. അവിടെ ട്രൈപ്പോഡിൻ്റെ അടുത്തേക്ക് എത്തി. ഓക്കെ ട്രൈപ്പോഡ് ഞാൻ കൂരട്ടെ. എന്തൊക്കെ സ്ട്രഗിൾസാ. ക്യാമറ ഊരി, സ്റ്റിക്ക് ഊരി. ഓക്കെ ഇൻഫ്ലുവൻസാ. ടിമ്മക്കൊരു ചായ വാങ്ങാൻ വന്നതാ. അങ്ങോട്ട് കുടുങ്ങില്ലേ ഇവിടുത്തെ ആൾക്കാരെ. അത് ഓല് ട്രൈ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ. ഇവരെന്താ വെച്ചാൽ ഇവര് ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് കാനഡ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണ് എങ്കിൽ പോലും ഇവിടെ ഈ മോൺട്രിയൽ സൈഡിൽ ആൾക്കാർ ഫ്രഞ്ചാണ് സംസാരിക്കുക. അപ്പോൾ ഇവർ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ചില സ്ഥലത്ത് നമ്മളിതുപോലെ ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മൾ ചായ മേടിക്കാൻ വന്നത് അവർ 5 മിനിറ്റ് എടുത്ത് നമ്മളൊരു 4 ചായൻ്റെ ഓർഡർ എടുക്കാൻ. നേരെ മറിച്ച് ഇത് ടൊറൻറ്റോയിലോ വേറെ എവിടെയാണെങ്കിൽ സടാഫോട് പരിപാടി ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എങ്ങനെയൊക്കെയോ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലൊക്കെ മുക്കി തൂറിയാണ്ട് ചായ ഓർഡർ ചെയ്തു. 4 ചായ ഓർഡർ ചെയ്തു, 3 കിട്ടിയുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ഇൻട്രോവേർട്ട് ചങ്ക്. അങ്ങോട്ട് എന്തെങ്കിലും ഇനിയിപ്പോൾ ചോദിച്ചാൽ പോലെ എന്തെങ്കിലും വിചാരിക്കുക കരുതിയാണ്ട് ഒന്നും ചോദിച്ചില്ല. ഇവനെ ഇനി ഓലെന്തെങ്കിലും വിചാരിക്കുക വിചാരിച്ചാണ്ട് 4 ചായ ഓർഡർ ചെയ്ത് 3 ചായ തന്നുള്ളൂ. അപ്പോൾ ഇനി പോലും എന്തെങ്കിലും വിചാരിക്കുക കരുതിയിട്ട് ഒന്നും ഉണ്ടാകാതെ പോന്നു. എന്നിട്ട് ചായ അല്ല
ക്രോസാൻഡ് കിട്ടി, അത് തിന്നട്ടെ. ഏതായാലും നമ്മളെ പാർക്ക് ഒമേഗയിലേക്ക് പോയോണ്ട് കേട്ടോ. ഇനി ഏകദേശം 1/2 മണിക്കൂർ കൂടി, അതിൻ്റെ ഉള്ളിലാണ് അടിപൊളി കാഴ്ചകൾ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ഒപ്പം നിന്നോളിയാ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ലൊക്കേഷനിൽ എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മിനിറ്റും കൂടി, 2 കിലോമീറ്റർ കൂടി നമ്മൾ ഓൾമോസ്റ്റ് എത്തി തുടങ്ങി. നമ്മൾ 11 മണിക്കല്ലേ ടിക്കറ്റ് എടുത്തിക്കണേ? അതെ, 11 മണിക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ആ ടിക്കറ്റിന് എത്രയാണ് അതിനത്? ശരിക്ക് $50 എന്താ തോന്നുന്നുള്ളേ ടിക്കറ്റിന്. ഓക്കെ, ഭയങ്കര വെയിലാണല്ലോ. $49 ഉള്ള ടിക്കറ്റാണ്. $49 പ്ലസ് ടാക്സ് ആണ് പെർ ഹെഡ് വരിക. ഞങ്ങൾ നോക്കുമ്പോൾ എന്തോ ഒരു 25% ഡിസ്കൗണ്ട് കണ്ടിനി. അങ്ങനെ ഞങ്ങൾക്ക് എത്ര $30 ചില കിട്ടിയില്ലേ? $37 നമുക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോൾ ആദ്യം തന്നെ വരുന്നവർ മുൻകൂർ ബുക്കൊക്കെ ചെയ്ത് വരിക. നമ്മൾ അതിൻ്റെ എൻട്രൻസിലാണെന്ന് തോന്നുന്നു. ഇവിടെ പാർക്ക് ഒമേഗൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. അററ്റ് എല്ലാ സൈനും ഇതിലാണ്. അയ്യോ ഇൻഫ്ലുവൻസ, നീ ചേച്ചി കടന്നിറങ്ങാൻ വന്ന ഇൻഫ്ലുവൻസ ഉണ്ട്. അല്ല, അതിൻ്റെ തെളിവ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അതായത് ഞാൻ ഉറങ്ങിയെന്ന് ഇന്നലെ അറിഞ്ഞില്ലേ, ആ ഉറക്കം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അത് കണ്ടോക്കി. ഓക്കെ, നമ്മളേതായാലും എത്താനായിരുന്നു. എവിടെ എങ്ങനെയാന്നുള്ളത് അറിയില്ല. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോട്ടെ, എന്നിട്ട് ഉണ്ട്. ഓക്കെ, മൗണ്ട് ഫോറസ്റ്റ്. ഓക്കെ ഓക്കെ, ഒക്കെ പൊട്ടന്മാരെ, ഒരു ലോഡ് പൊട്ടന്മാരെ ട്രിപ്പ് വന്നിട്ട്. ഏതായാലും പാർക്കോമേക്ക് കയറട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പാർക്കോമേക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പാർക്കോമേക്കിൻ്റെ എൻട്രൻസ്. അടിപൊളി അടിപൊളി. നമ്മൾ പാർക്കോമേക്കയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഓടി ചൈനാകെ ബേജാറായി. നൈസ്. നമ്മൾ എൻട്രി ആക്ച്വലി 11 മണിക്കായിരുന്നു, പക്ഷേ നമ്മൾ 10:15 ഇവിടെ എത്തി. ടിക്കറ്റ് കൊടുക്കുന്നു, നമുക്ക് നടക്കും നോക്കാം. ഇനിയിപ്പോൾ ഷെയിൻ്റെ ഒരു ജിയോഗ്രഫി ക്ലാസ് ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ, അതൊക്കെ സഹിച്ചേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ പാർക്കോമേക്കിൻ്റെ സ്റ്റാഫിൻ്റെ പോകാൻ പാടുള്ളൂ. ഞാൻ ക്യാരറ്റ് വാങ്ങിയോണ്ട് കഴിച്ചില്ലായി. നോക്കിക്കോളി, ചിലപ്പോ കാരറ്റീനൊക്കെ കണ്ട അതിനൊക്കെ ഫീഡ് ചെയ്യാൻ പോകും. പൊട്ടറ കണ്ട് അല്ലേ, അവർക്ക് മാത്രമേ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. ക്ഷത്രിയ കുടുംബത്തിൽ നിന്ന് സംഭവമുണ്ട്. യു ആർ വിസിറ്റിംഗ് അറ്റ് യുവർ ഓൺ റിസ്ക്. ആകെ അത്രേ ഉള്ളൂ. അപ്പോ ഇൻഷാ അള്ളാ നമ്മള് ജീവനോടെ കാട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഈ ഓസ്മോ പോക്കത്തേക്ക് കിട്ടുന്ന പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനലിന്റെ ആക്സസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ബോം പറഞ്ഞു കേട്ടില്ലേ? ഓക്കെ, എന്റെ ബേക്കിലാണ്. ഇതിലെ നടക്കാനൊന്നും പറ്റൂല, പൊട്ടാ. വെറുതെ ഗ്ലാസ് അതല്ല, നമ്മളിതിൽ ഇങ്ങനെ പോവുക. ഈ പൊട്ട പ്രതിമയാണ്. ഏതാ അതുപോലെ ഫോളോ ചെയ്യാ എന്തായാലും. കണ്ട ആൾക്കാരെ ഫോളോ ചെയ്യാ, അത്രേ ഉള്ളൂ. ഇവിടെ എത്താൻ മൃഗങ്ങളൊന്നും ഇല്ല, പറ്റിച്ച നമ്മള്. ഏതായാലും പോയോക്കട്ടെ. വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മള് നിന്നിക്കണം. അത് പിന്നെ അങ്ങനെയാണല്ലോ, ക്യൂ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ബേക്കിൽ നിൽക്കുക, അത്രേ ഉള്ളൂ. എന്താ ഏതാന്നൊന്നും അറിയണ്ട, എന്തിനുള്ള ക്യൂ ഒന്നും അറിയില്ല. അതാണ് ഞാൻ ഇജ്ജ് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇജ്ജ് പോയിക്കോ. ഈ ടീം നിക്കണതൊക്കെ വെറുതെ ആണെന്ന് വെച്ച് തോന്നണേ. അപ്പൊ പൊട്ടന്മാരെ നിന്നിവിടെ, കാരണം ഇവര് മൊത്തം ക്യാരറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് നിന്നതാ. സുഹൃത്തുക്കളെ, മൃഗങ്ങളെ കണ്ടോളി.
അത് നിക്കണേ അയ്യോ നിക്കണോക്കടാ വാട്ടം പിടിച്ചാണ്ട് ഒരു ക്യാരറ്റ് തരുമോ ഒരു ക്യാരറ്റ് തരും ഒന്ന് പിടിച്ചാ ഇത് ഒരു ക്യാരറ്റ് ഉണ്ടോ എന്തോ പിടിച്ചാ അതൊന്ന് പിടിച്ചാ ഞാനൊന്ന് കൊടുക്കട്ടെ അപ്പൊ അവിടെ വാണിയേ എത്ര സുലൈമാൻ എന്താ വർത്താനം എന്നാ തിന്നോ ക്യാരറ്റ് ഒന്നും വിളിച്ച് ഒരു വരുമോ ആടാ അപ്പോൾ ഫുള്ളെടുത്ത് തിന്നോ അയ്യേ ആകെ ഒരു പാക്കറ്റാണ് കൊടുത്തുങ്ങളെ ഒറ്റടിക്കൊക്കെ പാടെ തിന്നു ഇത് പരിപാടി എനിക്കിത് ചേലയിക്കണില്ലേ ഇവരെത്താ ഒരു നന്ദിയില്ല ചങ്ങ ഒരു ഫുൾ ക്യാരറ്റ് എനിക്ക് തന്നേ നമ്മളും കൂടി തൊടാൻ പറ്റുന്നെ ഉസ്മാനെ നമ്മളെ ഫിറോസ്ക്കൊക്കെ ഇങ്ങോട്ട് വരണോ അങ്ങനെ ചെത്തിയിട്ടുണ്ടല്ലോ ഒരു മൈൻഡ് തന്നെ അല്ലടാ മൈൻഡ് തന്നെ അല്ല ഒന്നുകൂടി കൊടുക്കട്ടെ നെഞ്ഞാണോ ചുട്ട് ചുട്ടാപ്പി അല്ല ഒരാടുന്ന് ഒന്ന് തിന്നോളൂ അങ്ങനെ എന്തുണ്ടോ തരില്ല അങ്ങനെ വാട്ടം പിടിച്ച കുട്ടിയാണ് ആ മാറിയില്ലേ കിറിവിച്ചാലൊന്നും പറ്റൂല തീറ്റ മാത്രമേ നടക്കുള്ളൂ ആയിക്കോട്ടോ അസ്സലാമലൈക്കും അടുത്ത പുറത്തേക്കാണ് ഇറങ്ങി ജയ് ഇപ്പൊ കണ്ടത് വലിയ പ്രശ്നങ്ങളില്ലാത്ത മൃഗങ്ങളാണ് ഇത് വേറെന്തോ ഉച്ച വരെ ചന്തിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വേറെ കളർ ചന്തി അല്ല അത് ക്യാരറ്റാണ് ഇത് തരില്ലേ ഇത് ക്യാമറയാണ് മാറിക്ക് പോ സാർ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ അപ്പം പ്രശ്നക്കാരനല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കണു പേടി വേഗം കൊണ്ടാ നക്കാൻ വരുന്നുണ്ട് മാറിക്ക് തരാ അടക്ക് ഇവരെ തന്നെ കൊടുക്കണം നാളെ വേഗം കൊടുക്ക് വേഗം കൊടുക്ക് കൊടുക്ക് ചെയ്യനെ ചെയ്യനെ കൊടുക്ക് നായ കൊടുക്ക് മാറിക്ക് എല്ലാരും കൊടുക്കുക എല്ലാരും കൊടുക്കുക കൊടുക്ക് കൊടുക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊറേ വേണത് ഒറ്റ എന്റെ മനസ്സിലുണ്ടേനി എന്നിട്ട് രണ്ട് കീസ് ക്യാരറ്റ് വാങ്ങി വന്നിട്ട് ഇപ്പൊ തന്നെ കൊടുത്ത് തീർക്കല്ലേ നമുക്ക് കൊറേ സാധനങ്ങൾ കാണാണ്ട് ഇവറും ഈ ജന്തു മാത്രല്ല പ്ലീസ് സംഭവല്ലേ കുറച്ച് ധൈര്യമാണ് കേട്ടോ ഈറ്റാക്ക് ഒരു പേടിയില്ല ഇങ്ങനെ മൂത്തുക്കാണ് വരികയാണ് പല്ലും കൊണ്ട് ഇന്നിങ്ങനെ ചേലയിക്കണേ കൊല്ലം കുറയ്ക്കണേ ഇത് ഈ തടിയൊക്കെ ഉണ്ടല്ലോ ഈ മേത്ത് കാണുന്ന തടികളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആൾക്കാർ ഫീഡ് ചെയ്തുണ്ടാക്കിയതാ അവന് വീഡിയോ എടുത്തെടുത്താ കൊടുക്ക് ഷുട്ടാപ്പി ഇത് പ്രോഗ്രാമിലാണ് എന്റെ ക്ലാസ്സിലൊക്കെ വരും ഷുട്ടാപ്പി ഇമ്മേറ ആടല്ല പൊട്ട ഏതാപ്പോ മേറയുണ്ട് എടുത്തു വരുമൊക്കെ ഞാനും കുട്ടിയാണ് ഇറങ്ങേണ്ടി വരുന്നുണ്ട് എല്ലാരും കൊടുക്ക് എടത് കൊടുത്തിട്ട് എടാ തീർക്കല്ലേ എടാ കേട്ട് തീർക്കല്ലേ കൊറേ ജന്തുക്കളുണ്ട് ഇതിന്റെ ഉള്ളിലേ പോ ഞാൻ പറയണ കേക്ക് തെങ്ങായി ചെറിയ കാറ്റ് അതൊക്കെ പന്നിക്കുട്ടികൾ നോക്കി സുബാനെ ചെറുതുകൾ നോക്കി ഇതൊക്കെ പന്നിക്കുട്ടികളടാ യാ റബ്ബേ ചെറുതുകൾ നോക്കി എടാ ഇതിന് കൊടുത്താലോ ഇത് ചെറുതാടാ ഉണ്ട് ക്യാരറ്റ് ആണോ മണിയെ ഇല്ല പന്നിക്കുട്ടികള് ആവുന്നു പോയപ്പോ അങ്ങോട്ട് കയറ്റി കൂടെ പന്നിയല്ലേ ഏതോ ഡിസ്ക് വന്നയാളാണ് ഡിസ്ക് വന്നയാള് എടാ ഈറ്റക്ക് ഇതെന്താ അറിയോ ഈറ്റക്ക് മറ്റേ എടുക്കാൻ പണിയേ എന്താ പായണേ ഇവൽക്കൊക്കെ ചേലയിക്കണേ മനുഷ്യന്മാരെന്ന് വാങ്ങി തിന്ന് ചേലായ മൃഗങ്ങളാണ് ഏതാ പോ മഞ്ഞുവണ്ടിമേ ഇപ്പൊ നമ്മള് പന്നിനെയും കണ്ടു മാനിനെയും കണ്ടു കേട്ടോ മാൻ തന്നെയാണോ അതിനെന്താ പറയാ എനിക്കറിയില്ല മാനല്ല ലൈക്ക് കൈൻഡ് ഓഫ് ഡിയർ വർഗത്തിൽ പെട്ട ഒരു സാധനം ആണ് റെഡ് ഡിയർ ആണത് ഓക്കെ അങ്ങനെ എടാ പല വർഗങ്ങളില്ലേ
പെണ്ണാളാണ്. അങ്ങനെയല്ല, മാനുകൾ കൊമ്പുണ്ടാവുക. മാനുകൾ പല ടൈപ്പ് ഉണ്ട്. ആൺമാനുകൾക്കാണ് കൊമ്പുണ്ടാവുക. പുള്ളിമാനുണ്ട്, പിന്നെ ഓക്കെ ഞാൻ പറയട്ടെ, എല്ലാ മാനുകളും ഞാൻ ഇത് ഫീഡ് ചെയ്യട്ടോ. ഇത് പക്ഷെ ഇത് ഭയങ്കര വലുതാടാ. ഓക്കെ, കാക്കാനെ ഒഴിവാക്കി, കാക്കാനെ ഒഴിവാക്കി. വേണോ 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 വേണോ? ഇജോ വേണ്ട, ചെറുതൊന്നും എടുക്കൂല, ചെറുതെടുക്കൂല. എടാ ഏതോ ഏതോ ഒറിജിനൽ കനേഡിയൻ റേസിസ്റ്റ് ആണ് തോന്നുന്നുണ്ട്. ഒഴിവാക്കി നമ്മളെ. ആ അങ്ങോട്ട് പോണക്കടാ, നീലഗിരി താറാവുകളോ. പിന്നെ വണ്ടി ഓട്ടും മുന്നിക്കും നോക്കട്ടോ. പോസ് എല്ലാം നടക്കുന്നുണ്ട്, വീഡിയോ എടുക്കലും വണ്ടി ഓട്ടലും എല്ലാ പരിപാടി. എവിടെ എവിടെ നോക്കട്ടെ. നമുക്ക് ഇനിയും നമുക്ക് വൈൽഡ് അനിമൽസിനെ വേണ്ടി അങ്ങനത്തെ വീഡിയോ എടുക്കണം. മോനെ കൊണ്ട് അങ്ങോട്ട് കുടുങ്ങി ആകെ. മോന് ഇങ്ങോട്ട് പൂതിയായിട്ട് ഇത് മനെ ഗ്രില്ലിനോട് കയറ്റാണ്ടല്ലോ. കണ്ടാ എന്തൊരു പാവം, തിന്നാ എന്തൊരു ടേസ്റ്റ് കാരം. എല്ലാരും മൈൻഡിലേ ഇതിനിങ്ങനെ തിന്നാൻ കൊടുക്കുക. എൻ്റെ മൈൻഡിൽ ഇതിനങ്ങനെ വെട്ടി കറിയാക്കി കൊമ്പുമ്പോൾ കയറ്റിയിട്ട് അങ്ങനെ തിരിച്ച ഗ്രില്ല് മുട്ടാണ്ട് നല്ല മസാല, പച്ച മസാല, ചുവപ്പ് മസാല ഇട്ടിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്താൽ എന്ത് ടേസ്റ്റ് കാരം അറിയാം. ഷുന്നുമണിക്കാണോ? ഷുന്നുമണിക്ക് കൊടുക്ക്. ഷുന്നുമണി ഉണ്ട് അവിടെ തിന്നുണ്ട്. ചെറുക്കന്മാര് പെട്ടു ആകെ 4 ഭാഗത്തു കൂടെ സാധനം. അല്ലാഹു റബ്ബി. മണി മണി മണിയാ മണിയാ മണിയാ. കഴിഞ്ഞു കഴിഞ്ഞു ചെറുത്ത് കഴിഞ്ഞു. വേറല്ല പോ ആകെ എൻ്റെ തുപ്പലൊക്കെ വണ്ടി മുകളാക്കിയാണ്ട് പോയിക്കോ. ഒരു ഉമ്മ കൊടുക്ക്, പിന്നെ സാധനം കൊടുക്ക്. കഴിഞ്ഞു മതിയോ? കഴിഞ്ഞേ എന്നാ മുന്നിൽ പോവുക. ഇവിടെ കുടുങ്ങിട്ടോ. ഇവിടെ ആകെ മൃഗങ്ങളായി പോയി. എടാ പന്നിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഒരു മണായി പോയപ്പോ ചെയിൻ എടുത്തോണ്ട് പോയ മാതിരി. പിന്നെ നിങ്ങള് കരാടിസ്ഥാനത്തിലാണോ പരിപാടി? അല്ലോ ഹായ് ഗായ്സ്, ഞങ്ങള് ഹായ് ബോയ്. ഇവന് ഞാൻ നേരത്തെ ഒരു ക്യാരറ്റ് കൊടുത്തുട്ടാ. ഈ ക്യാരറ്റ് ഇവൻ തൊള്ളി കിട്ടാണ്ട് ഞാൻ വലിച്ച്. ഇപ്പോൾ ഓനെ ക്യാരറ്റ് വേണ്ട, ഒരാൾ കുടിച്ചിട്ട് ബാക്കി ഞാൻ കുടിക്കൂലെന്ന് പറഞ്ഞു. എന്നാ സുടോ വേണ്ടേ? വേറെ ആരെങ്കിലും ഇത് എടുക്കുമോ നോക്കാം. പന്നി ഡിസ്ക് ഇങ്ങോട്ട് എടുത്ത് ചാടാന്നാ മതി. അത് സീന മോനെ. ഇത് അയിട്ടാളെ കാര്യമല്ല, അയിട്ട നാടട്ടൊക്കെ കഴിഞ്ഞു, ജീവിതം പോയി. എന്നാ ഇത് എൻ്റെ ഒരു കമ്പനിക്കാരെ തുപ്പലാക്കിക്കണ്. വേറെ വിഷയമൊന്നുമില്ല. എനക്കും വേണ്ടല്ലേ, തുപ്പലായ വേണ്ടല്ലേ, തൊള്ള മണക്കുണ്ട് നാടന്. ഇത് തിരിച്ചു കൊടുത്താലോ? ഇപ്പുറത്തെ സൈഡ് ഞാൻ കജ്ജു പിടിച്ച സൈഡ് എന്നിട്ട് തിന്നുണ്ടോ നോക്കാം. ഒരാൾ തിന്നിന്റെ ബാക്കി മറ്റൊരാൾ തിന്നണില്ല. ഭയങ്കര സെറ്റപ്പാട്ടോ. എൻ്റെ ഒരു കമ്പനിക്കാരെ തിന്നതാണ്. എനിക്ക് പറ്റുമോ നോക്ക്. തുപ്പലാക്കി എനിക്ക് പറ്റണല്ലേ. പക്ഷെ ഞാൻ മണക്കുമ്പോ കുഴപ്പമില്ലടാ. ഞാൻ പറഞ്ഞു, ഞാൻ മണക്കുമ്പോ ഒരു കുഴപ്പമില്ല. അതൊക്കെ ഇപ്പുറത്തെ സൈഡ് ഇട്ട് കൊടുത്ത് നോക്കാം. ഇവിടെയാണ് ആ ചങ്ങായി, ഈ അടിഭാഗമാണ് ആ മറ്റേ മാന് തൊള്ളി കിട്ടത്. ഇനി ഈ സൈഡ് കൊടുത്ത് നോക്കാം. അപ്പോൾ തിന്നുണ്ടോ ഏറ്റവും നോക്കാം. തിന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാൻ പൊട്ടന്മാരാണ്, അപ്പുറത്തോട് കുറച്ച് ബുദ്ധിമാന്മാരാണ്. നോക്കാം. എന്നാ സുഡോ ഇവിടെ ഉണ്ട്. എന്നാ ബാ വരുന്നുണ്ട്. നോക്കട്ടെ. ഈ സൈഡ് എനിക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ട്, കാരണം ഈ സൈഡിൻ്റെ കൈമലേന്നു. ആണജി എടാ തിന്നു, അത് തിന്നു. ജോ ആൾഡ് കേട്ടോ, ജോ ഫുള്ള് തിന്നോ? അത് ഞാനത് കണ്ടാവില്ല, ഞാൻ വീഡിയോ നോക്കിക്കോളാം. ഇനി പോയിക്കോ, കഴിഞ്ഞു, ചെറുത്തില്ല കഴിഞ്ഞു. ഓക്കെ നമ്മളെ കുട്ടിയാ. എത്ര കിലോ ഉണ്ടാവും? തിന്നാ അങ്ങനെ പോയി പേടിച്ചു ഞാൻ. അല്ലാ എന്താണ് ഷുട്ടാപ്പി? ഷുണ്ണുമണി മുതലാളിനെ കണ്ടുപോയി നമുക്ക് പോയി. എന്തോ കിട്ടാണ്ടിരുന്നു.
എടാ ഇബല് തിന്നാൻ കൊടുക്കണ്ട്. ഇബല് ചോളം കൊടുക്കുമ്പോ കണ്ടോ ആ പെണ്ണ് വണ്ടിമ പോയി കണ്ട് ചോളം ഇട്ടുകൊടുത്ത അവിടെ റോഡ് സൈഡില്. റോഡ് സൈഡിൽ ചോളം കൊടുത്ത് അവിടെയൊക്കെ ചോളം ഇട്ട് കൊടുത്ത്. എൻ്റെ ക്യാരറ്റ് ഇല്ല തരുമോ? ഇതും ജോസ്മ പോക്കിരുത്തി. ഇത് ക്യാരറ്റല്ല. വേഗം കൊടുക്കി ആകെ സീനായി. ക്യാരറ്റ് എടുത്ത് നീ മുന്നിൽ പോവോ ഒട്ടകോ ആരാ ഇതെന്താ ഒട്ടകോ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നേ. പുള്ളിമാൻ കുട്ടിയെ ഷുട്ടുമണിയെ ഷുട്ടാപ്പിയെ കുഴപ്പമില്ല. ഫോൺ ആകെ തൂപ്പലാക്കി വണ്ടിൻ്റെ ഉള്ളിൽ കൂടെ പോഞ്ഞ പോവാ നമ്മൾ പോയേക്കാം. തൊള്ളേല് വരലിട്ടോ എല്ലാം കടിച്ചു. എടാ എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ടാ. ഓക്കെ എന്നാ പോവാ നമ്മൾ അടുത്ത മൃഗത്തിനെ നോക്കാം. ഇതെന്താ അറിയോ? ഒക്കെ അലച്ചാട്ടി തിന്നാൻ വരികയാണ്. നമ്മളാണെങ്കിൽ ആകെ 2 പാക്കറ്റ് കുറച്ച് ക്യാരറ്റ് കൊണ്ടുവന്ന്. ഓക്കെ ഉസാറായി. ഒരു പിടി കൊമ്പുള്ള മാനുകൾ വന്നിക്കണേ. കൊമ്പുള്ള മാനിനൊക്കെ വേഗം തിന്നാൻ കൊടുത്ത വേക്കളിൽ കൊമ്പേറ്റ് ചെറിയ ഡിസ്ക് പണി വരും വണ്ടിക്ക്. ഞാൻ പറയുമ്പോളേ ഇവിടുന്ന് വേഗം പോയിക്കോ. അതല്ലേ എല്ലാ വണ്ടിയിലാകെ തുപ്പലായി. ജിനുവിന്റെ കജ്ജുമ്മലും കാലുമ്മലൊക്കെ ആകെ തുപ്പി പോയിക്കണ് മാന്. ഇതൊക്കെ ഇത് നിന്നിരുന്നോക്ക്. അല്ലാ ഡിസ്ക് നിക്കണോക്ക്. ഇവ ഫോട്ടോ എടുക്കട്ടോ ഇങ്ങനെ നിന്നോടുത്തു പോസ് ചെയ്തിട്ട് കൊടുത്തു. കിട്ടിയോ കൊറേ കണ്ടിട്ട് ഇങ്ങനെ മാറി പറഞ്ഞു. ഇങ്ങനെ മാറി പറഞ്ഞു. എന്താ ചെത്തടോ മാമുക്കോയി നിക്കണ വരിക തജ് നോക്കണടാ. എന്തേടാ മതിയായില്ലേ? എന്നാ ഈ സൈഡിൽ നിന്ന് എടുത്തോ, അപ്പുറത്ത് നിന്ന് എടുത്തോ. ഓടി നഞ്ഞ് മാറി കയറണോ? മതിട്ടോ. നായിട്ട വരതുണ്ടാവും. എന്നാലേ വേഗം പോരി. അയ്യോ ഞാൻ എങ്ങനെ ചങ്ങായി ഇവിടെ നിൽക്കണേ ശ്വാസം മുട്ടിയിട്ട്. ഇതെന്താ ഇത്? ഡമ്മി അതിൻ്റെ കൊമ്പ് തൊട്ടോട്ടെ. ഡമ്മിയ അത് തിന്നടാ ഒരാൾ. ഒരാൾ തിന്നതിൻ്റെ ബാക്കി തിന്നണ ടൈപ്പ് അല്ല. അതിൻ്റെ കൊമ്പ് മുറിച്ചൊക്കെയാണേ. ഞാണോ നക്കല്ലേ? തുപ്പലാക്കി നായി പോയാജി. ഡീറ് വാൾനട്ട് പോകുക. എടാ അതിന് വല്ലാതെ കിട്ടിയിട്ടില്ല തിന്നാൻ. ഉണ്ടോ സാധനം ഉണ്ടോ? കൊടുക്ക്. വാട്ടം പിടിച്ച് വെക്കുന്നുണ്ടോ അവിടെ? വേറൊന്ന് അതിന് കൊടുക്ക്. ചുട്ടാപ്പേ അജ്ജതി സാധനം തിന്നൂടണ്ടേ. എന്തൊക്കെ വേണ്ടേ? എന്താ കൊമ്പൂട്ടിയെ? അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ പര്യടനം കഴിഞ്ഞു. ഇപ്പം നല്ല തിരക്ക് വന്നിരിക്കണേ. നമ്മൾ നേരത്തെ കാലത്ത് കയറിയോണ്ട് നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇനി വരുന്നവർക്ക് എത്രത്തോളം കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ ഭയങ്കര തിരക്കായി. നമുക്ക് ഉഷാറായിട്ട് ആനിമൽസിനെ ഫീഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി. അതിൻ്റെ ഉള്ളിൽ പിന്നെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ബെയർ അതേപോലെ പിന്നെ വോൾഫ്. അതിനകത്ത് വീഡിയോ നമുക്ക് കിട്ടിയില്ല. ഇവിടെ ഭയങ്കര തിരക്കായി പോയി. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി അടുത്ത സ്പോട്ട് പോകണം. നമ്മൾ അടുത്ത സ്പോട്ട് ഏതാ? മോൺട്രിയൽ. ഈ പറഞ്ഞാൽ മറ്റേ സ്ഥലം ഏതാ? ഇപ്പോൾ എടുക്കാൻ പോകണം നമ്മൾ മൗണ്ട് റോയൽ. എന്താ ഉള്ളത്? മറ്റേ സിറ്റി വ്യൂ കാണണേ. ഹൈറ്റിൽ നിന്ന് സിറ്റി വ്യൂ കാണുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയേക്കാം. അവിടേക്ക് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ തിരി കാണാം. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. മോൺട്രിയൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പൂട്ടീൻ കഴിക്കണം എന്നുള്ളത് ഭയങ്കര മസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ഞാനൊരു പൂട്ടീൻ ഓർഡർ ചെയ്തത്. എല്ലാം ഓരോരോ ബൗളുകളാണ്. എന്തൊക്കെയോ ബൗളുകൾ ഇതിനുണ്ട് അവിടെ. എല്ലാവരും കഴിക്കുന്നു. അപ്പോൾ ഏതായാലും ഞാനും കൂടി കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് സംഭവം എന്നറിയില്ല.
നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഊട്ടി എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ചിക്കൻ കുറച്ചുള്ളൂ കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ് കുറേ വേണ്ടി, പ്രോട്ടീൻ കുറവാണ്. ഇവിടുത്തെ പ്രോട്ടീൻ സെറ്റപ്പാണെന്നാണ് കേട്ട്. ചിക്കൻ കുറവാ. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കര സെറ്റപ്പാണ് വിചാരിച്ചു. സാലഡ്സും എന്താ കൂടുതൽ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടു, നൈസാണ്, കൊള്ളാം. അപ്പോൾ ഏതായാലും നമ്മൾ തിന്നു കഴിഞ്ഞു, പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ആയി ഫുഡ് ഒന്നും കൂടി കണ്ടോളി. ഒരു ക്ലോസ് ലുക്ക്. ഐസ് കാണാൻ നല്ല ഭംഗി. ഐസ് കട്ട് ചെയ്യാൻ എടുക്കുക. നൈസ് നൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ലൊക്കേഷനിലെത്തി. എന്താണ് നമ്മളെ ലൊക്കേഷൻ്റെ പേര്? മൗണ്ട് റോയൽ. മൗണ്ട് റോയലിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നിമിഷ നേരങ്ങൾ കൊണ്ട്. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യും. വണ്ടി നിർത്തി നമ്മൾ നല്ലൊരു സ്പോട്ട് നോക്കി സിറ്റി വ്യൂ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കുറച്ച് ഹൈറ്റിലാണുള്ളത്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ. വണ്ടി പാർക്ക് ചെയ്ത് ഓക്കെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടോ. ഇനി നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോയേക്കാം. എങ്ങനെയുണ്ട് കാണാൻ പോയേക്കാം. അജ്മൽ പണ്ട് വന്നിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് സെറ്റപ്പ് ഒന്നും അറിയില്ല, നമ്മളാദ്യമായിട്ടാണ്. കാണാൻ എന്താ ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇതിലൊക്കെ പോകാൻ പറ്റുമോ? അങ്ങനെ പോകുന്നുണ്ട് അന്തം മുട്ടാണ്ട്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ എന്താ അറിയുമോ? ബോർഡുകൾ, ഇംഗ്ലീഷ് ബോർഡുകൾ വളരെ കുറവാണ്, ഭയങ്കര മിനിമലാണ്. ഒക്കെ മറ്റേ ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കണത്. അങ്ങനത്തെ സംഭവം ഉണ്ട്. ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഫ്രഞ്ചാണ് ഫുള്ള്. ആൾക്കാർ സംസാരിക്കണതും ഫ്രഞ്ചാണ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. ഓ, നല്ല തണുത്ത കാറ്റുണ്ടല്ലേ, നല്ല തണുത്ത കോച്ചി പിടിച്ചിക്കണേ. അല്ല അല്ല ആളെ എനിക്കതൊക്കെ നല്ല തണുപ്പാണേ. എവിടെ? ഓ നൈസ് 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 നൈസ്. യെസ്, വ്യൂ അടിപൊളി. അവിടെ വണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് വ്യൂ. നൈസ്. മുണ്ടിലത്തെ 2 സ്ക്വയർ നൈസ് കേട്ടോ. വ്യൂ അടിപൊളിയാ. വ്യൂ 10 രൂപയ്ക്ക് ഉണ്ട്. കുപ്പായ ടീഷർട്ട് ഊരി വന്ന മുതലായിട്ടോ. തണുക്കണില്ലാത്തൊക്കെ സിമ്പിൾ അല്ലേ? എങ്ങനെയൊക്കെ പിടിച്ചിരുന്നോ? മൂത്ത് കാണിച്ചണ്ട. സെറ്റല്ലേ? തണുപ്പുണ്ട്, എല്ലാ തണുപ്പൊന്നുമില്ല. ജസ്റ്റ് ഇതാ -7 ഫീൽസ് ലൈക്ക് -9. കുഴപ്പമില്ല, -9 വരെയൊക്കെ ടീഷർട്ട് മൂടും. ഓടി ഭയങ്കര അടിപൊളിയായിട്ടോ. പിന്നെ എന്നായിക്കോട്ടെ, നിങ്ങൾ കണ്ടോണ്ട് വരി, ഞാൻ നിർത്തി. നൈസ്. ഇത് മതിട്ടോ. ഇനി അടുത്തവിടെടാ, അടുത്തവിടെ അഭിലാഷേ, ഇവിടെ അഭിനയം അഭിലാഷേ സത്തിട്ടോ. നല്ല തണുത്തുകളേ നേരത്തെ ക്യാമറ ഉണ്ട്. ഇതൊന്നിട്ട് നിൽക്കണേ പോട്ട് കയറിയിട്ട് കോച്ചി പിടിച്ചിക്കണ് സൈഡൊക്കെ. ഒരു തണുപ്പില്ല. ക്യാരക്ടർ സ്വിച്ച് എങ്ങനെ അറിയോ? അന്യം പോലും സ്വിച്ച് ചെയ്യില്ല. അങ്ങനെ സ്വിച്ച് ചെയ്തേ ക്യാമറ ക്യാമറ പോയാ കയറി. പിന്നെ അടിപൊളി സ്പോട്ടോ. ഇനി മേലാക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു മത്സരം ഇങ്ങോട്ട് കൊണ്ടുവരട്ടോ. എത്രയായത് ഒരു മുമ്പ് സ്ഥലം. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. ഞാൻ എടുക്കാൻ പോണേ ഹോട്ടലിൽ പോയി. നമ്മള് ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എയർബിഎൻബി. നമ്മൾ എടുക്കാൻ പോണേ. ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. ഓക്കെ, ഓൾഡ് മോൺട്രിയൽ അവർക്കാണ് പോണത്. ഓൾഡ് മോൺട്രിയലിൽ വെച്ചാൽ പഴയ, അതായത്
കാനഡയിലെ മിനി യൂറോപ്പ് എന്നാണ് ഓൾഡ് മോഡലിൽ അറിയപ്പെടുന്നത്. നമ്മൾ പോയേക്കാം. ഓക്കെ. ഞാൻ യൂറോപ്യൻ സ്റ്റൈൽ ഓ നൈസ് 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 നൈസ്. അങ്ങനത്തെ റോഡാണ് നായ്ക്കളെ പറഞ്ഞ അടിപൊളിട്ടാ. പറ്റിയില്ല. നൈസ്. 2 ഇൻഫ്ലുവൻസേഴ്സ്. യൂറോപ്പ്. ഞാൻ യൂറോപ്പിലെത്തി. കാനഡ തൊട്ട് ഞാൻ ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് കടന്ന പ്രതീതിയാണ് എനിക്കുള്ളത്. അമ്പച്ചുംബികളായ നൈസ്. എനിക്കിഷ്ടപ്പെട്ടു. ഈ ഇവിടുന്നാണ് ഫോട്ടോ എടുത്തിന്. ഇവിടെ വണ്ടി ഇട്ട് നടക്കണം. ഓക്കെ, പക്ഷെ നമുക്ക് നൈറ്റ് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നമ്മളെ ഹോട്ടൽ ഓക്കെ ഓക്കെ. നമുക്ക് ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നൈറ്റ് ഇറങ്ങാം. ഫിഫ നമുക്ക് ഇടക്ക് നൈറ്റ് ഇറങ്ങാം. നമുക്ക് നൈറ്റ് ഒന്നുകൂടി വൃത്തിക്ക് കാണാൻ പറ്റും. നൈസ്. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് നല്ലോണം. പക്ഷെ നല്ല ബിൽഡിംഗ് ആർക്കിടെക്ചർ ഒരു ഇറ്റാലിയൻ ടച്ച് ഇട്ടുണ്ട്. അതിന് ഇറ്റലി പോയിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇവന് പെരുന്തമണ്ണ ഓർമ്മ വരുന്നതൊക്കെ ഇത് കണ്ടിട്ട്. ഓക്കെ, എന്ത് കണ്ടിട്ടാണോ ഒരു 2052 പെരുന്തമണ്ണ എങ്ങനെയെങ്കിലും ഇതെവിടെ അറിയോ? നമ്മളെ ടൗൺ പള്ളിന്റെ അടുത്ത്. ഓക്കെ, പെരുന്തമണ്ണ ടൗൺ പള്ളിന്റെ അടുത്തുള്ള ലുക്കാണ് ഇത് എന്നാണ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കും. നമ്മള് റൂമിലേക്കല്ലേ പോണേ? പിന്നെ നമ്മള് റൂമിലേക്കാണ് പോണേ. റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ. ഇനി രാത്രി ഉള്ള കാഴ്ചകൾ അത് ഞാൻ അടുത്ത വ്ളോഗിൽ ഉൾപ്പെടുത്താം. ഈ വ്ളോഗ് നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ അടുത്ത വ്ളോഗ് നമ്മൾ ഇന്ന് നൈറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള പ്ലാനിലാണ്. ഓക്കെ, വാട്ട് ഡു യു തിങ്ക്? ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് റൂമൊക്കെ എങ്ങനെ ഉണ്ടാവട്ടെ. റൂമൊക്കെ ബന ബുക്ക് ചെയ്ത് റൂം അങ്ങനെ കോളേജ് ബന മാണ്ട കുതി വിടണം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിൽ പോയോട്ടെ. അങ്ങനെ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നു. റൂമിൽ ചെക്ക് ഇൻ ചെയ്യാന്നില്ല, ചെക്ക് ഇൻ ചെയ്യാൻ ടീമൊക്കെ ആദ്യം തന്നെ വന്നുകൊണ്ട് ബാത്റൂമിലൊക്കെ പോകാൻ മുട്ടിയാണ്ട് വന്ന് കയറിയാണ്ട് ആദ്യം തന്നെ ചെക്ക് ഇൻ ചെയ്ത് കുത്തിറക്കണേ. വാടി റൂം മോൺട്രിയൽ. വാ 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 വാ. എൻ്റെ കഴിഞ്ഞോ? ഓക്കെ, നമ്മളെ റൂം അടിപൊളി കേട്ടോ. $10 ഉണ്ട്. ഇത് നമുക്ക് എത്ര ഡോളറിന് കിട്ടി? $125. $125 4 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് റൂം. കൊള്ളാം, അത്യാവശ്യം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സിറ്റി ബാക്കറിൻ്റെ ബാഗ് കണ്ടു, പോരാ, അത്യാവശ്യമില്ല, ഒരു മാറ്റമില്ല, ഒരു പുരോഗതി ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും അതാണ് നമുക്ക് കാണണ്ടേ. നമ്മളെ ഞങ്ങളെ റൂമിലെ വ്യൂ 125 അപ്പൊ ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നൈറ്റ് മോണ്ടൽ സിറ്റി നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങും. അതേപോലെ രാത്രി കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലബിലൊക്കെ പോകണില്ലേ നമ്മൾ. ബോഡി ഫുൾ പാർട്ടി ലൈഫ്. വെറുതെ പറയാന്നല്ലാതെ. പിന്നെ നാളെ ആണ് നമ്മൾ മെയിനായിട്ടൊന്ന് കറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നാളെ ഇവിടെ ഒരു സ്ഥലത്ത് പറഞ്ഞല്ലോ എടേ ആദ്യം ചൈന ടൗൺ ഒന്ന് പോകണം നാളെ. അപ്പോൾ അതൊക്കെ അടുത്ത വ്ളോഗിലായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ എനിക്ക് വ്ളോഗ് തീരുന്നതിന് മുമ്പ് നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിൽ ഏകദേശം 98,500 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 1500 സബ്സ്ക്രൈബേഴ്സും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 100K എന്നുള്ള വലിയൊരു മൈൽ സ്റ്റോണിലെത്തും. അപ്പോൾ നമ്മളെ ചാനലിന് ഒരു സിൽവർ ബട്ടണൊക്കെ തരുമായിരിക്കും യൂട്യൂബ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യണം, കൂടെ നിൽക്കണം. നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്താലേ നമുക്കിതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ ബൈ.